ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം എൻ്റെ അടുത്ത് വരും. അടുത്ത ചോദ്യം, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ എന്ത് ചെയ്യില്ല എന്നാണ് യേശു പറയുന്നത്. ഉത്തരം ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. അടുത്ത ചോദ്യം, ആരുടെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്. ഉത്തരം എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അടുത്ത ചോദ്യം, എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്താണെന്നാണ് യേശു 6:39 പറയുന്നത്. ഉത്തരം അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. അടുത്ത ചോദ്യം, യോഹന്നാൻ 6:40 എന്താണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടമെന്ന് യേശു പറയുന്നത്. ഉത്തരം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അടുത്ത ചോദ്യം, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ അന്ത്യദിനത്തിൽ എന്തു ചെയ്യും. ഉത്തരം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം, യഹൂദർ എന്തിനാണ് യേശുവിനെതിരായി പിറുപിറുത്തത്. ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാലാണ് പിറുപിറുത്തത്. ഇവൻ ആരുടെയെല്ലാം മകനല്ലേ എന്നാണ് യഹൂദർ പിറുപിറുത്തത്. ഉത്തരം ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ, ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടി. അടുത്ത ചോദ്യം, എന്തെല്ലാമാണ് യഹൂദർ യേശുവിനെതിരെ പിറുപിറുത്തത്. ഉത്തരം ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ, ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത് എന്നെല്ലാമാണ് അവർ പിറുപിറുത്തത്. അടുത്ത ചോദ്യം, ആര് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. ഉത്തരം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ. അടുത്ത ചോദ്യം, തൻ്റെ അടുക്കൽ വരുന്നവരെ താൻ എന്തും ചെയ്യും എന്നാണ് യേശു പറയുന്നത്. ഉത്തരം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അടുത്ത ചോദ്യം, പ്രവാചക ഗ്രന്ഥത്തിൽ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു. ഉത്തരം അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അടുത്ത ചോദ്യം, ആരെല്ലാം എൻ്റെ അടുക്കൽ വരുമെന്ന് 6:45 പറയുന്നു. ഉത്തരം പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. അടുത്ത ചോദ്യം, ആരു മാത്രമാണ് പിതാവിനെ കണ്ടിട്ടുള്ളത്. ഉത്തരം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രം. അടുത്ത ചോദ്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഡാഷിന് നിത്യജീവനുണ്ട്. ഉത്തരം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത ചോദ്യം, ഞാൻ ജീവന്റെ അപ്പമാണ്. അധ്യായം വാക്യം പറയുക. യോഹന്നാൻ 6:48. അടുത്ത ചോദ്യം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഏതെല്ലാം വാക്യത്തിൽ ഈ വചനം പറയുന്നുണ്ട്. ഉത്തരം യോഹന്നാൻ 6:49 മുതൽ 50 വരെ വാക്യങ്ങൾ, 6:58, 6:51. അടുത്ത ചോദ്യം, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്താണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. ഉത്തരം എൻ്റെ ശരീരമാണ്. അടുത്ത ചോദ്യം, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ ഡാഷ് ആണ്. 6:51 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം അവൻ എന്നേക്കും ജീവിക്കും. അടുത്ത ചോദ്യം, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ
ഡാഷ് 6:50 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം മരിക്കുകയില്ല. അടുത്ത ചോദ്യം, പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ ഡാഷ് 6:58 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം എന്നേക്കും ജീവിക്കും. അടുത്ത ചോദ്യം, തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് തർക്കമുണ്ടായത് ആർക്കിടയിലാണ്? ഉത്തരം യഹൂദർക്കിടയിൽ. അടുത്ത ചോദ്യം, എന്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് 6:53 യേശു യഹൂദരോട് പറയുന്നത്? ഉത്തരം, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ചോദ്യം, ആർക്ക് നിത്യജീവൻ ഉണ്ടെന്നാണ് 6:54 യേശു പറയുന്നത്? ഉത്തരം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. അടുത്ത ചോദ്യം, എന്താണ് യഥാർത്ഥ ഭക്ഷണം, എന്താണ് യഥാർത്ഥ പാനീയം എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. അടുത്ത ചോദ്യം, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ് 6:56 പറയുന്നത്? ഉത്തരം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അടുത്ത ചോദ്യം, ആരാണ് യേശുവിനെ അയച്ചതെന്നാണ് യോഹന്നാൻ 6:57 പറയുന്നത്? ഉത്തരം, ജീവിച്ചിരിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. താൻ ആര് മൂലം ജീവിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അടുത്ത ചോദ്യം, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, ഏത്? ഉത്തരം യേശു. അടുത്ത ചോദ്യം, പിതാക്കന്മാർ എന്ത് ഭക്ഷിച്ചു എങ്കിലും മരിച്ചു? ഉത്തരം മന്ന ഭക്ഷിച്ചു. അടുത്ത ചോദ്യം, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ ഡാഷ്. യോഹന്നാൻ 6:58 അനുസരിച്ച് പൂരിപ്പിക്കുക. ഉത്തരം എന്നേക്കും ജീവിക്കും. അടുത്ത ചോദ്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എന്നേക്കും ജീവിക്കുന്ന അപ്പത്തെക്കുറിച്ച് എവിടെ വെച്ചാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം കഫർനാമിലെ സിനഗോഗിൽ വെച്ച്. അടുത്ത ചോദ്യം, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും? ആര് പറഞ്ഞതാണിത്? ഉത്തരം യേശുവിന്റെ ശിഷ്യന്മാർ. അടുത്ത ചോദ്യം, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? ആർക്ക്? ഉത്തരം ശിഷ്യർക്ക്. അടുത്ത ചോദ്യം, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? യേശു ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ത്? ഉത്തരം, തന്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, എന്താണ് ജീവൻ നൽകുന്നത്? ഉത്തരം ആത്മാവാണ് ജീവൻ നൽകുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഒന്നിനും ഉപകരിക്കുന്നില്ല. ഉത്തരം ശരീരം. അടുത്ത ചോദ്യം, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഡാഷും ഡാഷും ആണ്. ഉത്തരം ആത്മാവും ജീവനുമാണ്. അടുത്ത ചോദ്യം, എന്തെല്ലാം ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു എന്നാണ് യോഹന്നാൻ 6:64 പറയുന്നത്? ഉത്തരം, എന്നിൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അടുത്ത ചോദ്യം, എന്തു ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് യേശുനാഥൻ പറയുന്നത്? ഉത്തരം പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ. അടുത്ത ചോദ്യം, ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. ഏതിനു ശേഷം? ഉത്തരം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് യേശു പഠിപ്പിച്ചതിന് ശേഷം.